കുറേ കാലം മുമ്പ് ഞാൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും മാറി മാറി നോക്കുമായിരുന്നു. എൻ്റെ ഡെസ്കിന് മുന്നിൽ ഞാൻ മേടിച്ച് വെച്ച സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ബുക്ക് ഒരു പേജ് പോലും മറിക്കാതെ അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നും ഞാനത് കാണുന്നുണ്ടെങ്കിലും യാതൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഇന്ന് അതേ ഞാൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുക്ക് വായിക്കുന്നു, ജേണൽ എഴുതുന്നു, എൻ്റെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ കൺസിസ്റ്റൻസി ഈസിയായി കൊണ്ടുവന്നു ആ 5 ടെക്നിക്കിനെ കുറിച്ചാണ്. നമ്പർ 1, സ്റ്റാർട്ട് റെഡിക്കുലസ്ലി സ്മോൾ. ഞാൻ 10 പേജ് വായിക്കും എന്നതിനേക്കാൾ നല്ലത് എല്ലാ ദിവസവും ഞാൻ ഒരു പേജ് വെച്ച് വായിക്കുമെന്നാണ്. ഇത് ബ്രെയിനിന് വലിയ രീതിയിലുള്ള എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ചിന്തിക്കാതെ തന്നെ ഈസിയായി ചെയ്യാൻ നമുക്ക് സാധിക്കും. ടെക്നിക് നമ്പർ 2, യൂസ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. ഒരു കാര്യം കൃത്യസമയത്ത് ചെയ്യുന്നതിലൂടെ അത് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതായത് കൃത്യം രാവിലെ 7 മണിക്ക് ഞാൻ എൻ്റെ റൂമിൽ വന്ന് 10 പുഷപ്പ് അല്ലെങ്കിൽ റീഡ് ചെയ്യും അല്ലെങ്കിൽ ജേണൽ എഴുതും എന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്ന വെക്കുന്നതിലൂടെ നമ്മൾ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ടെക്നിക് നമ്പർ 3, ഹാബിറ്റ് സ്റ്റാക്കിംഗ്. പഴയ ഒരു ശീലവുമായി പുതിയൊരു ശീലത്തെ കണക്ട് ചെയ്യുന്നതിനെയാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഇതെൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ടെക്നിക്കാണ്. കാരണം കോഫി കുടിക്കുന്ന സമയത്ത് തന്നെ ബുക്ക് വായിക്കുക, ജേണൽ എഴുതുക, ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക എന്നിങ്ങനെ പഴയ ശീലത്തോട് പുതിയ ശീലത്തെ കണക്ട് ചെയ്താൽ അത് ചെയ്യാനുള്ള ഈസി വളരെ കൂടുതലാണ്. അതുമല്ല ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റേ പുതുതായി തുടങ്ങുന്ന ഹാബിറ്റും കൺസിസ്റ്റൻ്റായി തന്നെ മുന്നോട്ട് പോകും. ടെക്നിക് നമ്പർ 4, ട്രാക്ക് ദി ഹാബിറ്റ്സ് ആൻഡ് ഡോണ്ട് ബ്രേക്ക് ദി ചെയിൻ. എല്ലാ ദിവസവും നമ്മുടെ ഹാബിറ്റിനെ ട്രാക്ക് ചെയ്യണം. കൃത്യമായി എഴുതി അല്ലെങ്കിൽ ഒരു കലണ്ടർ സെറ്റ് ചെയ്ത് വെച്ച് അതിനകത്ത് മാർക്ക് ചെയ്ത് നമുക്ക് തന്നെ ഫീഡ്ബാക്ക് നമ്മൾ അറിയിച്ചുകൊണ്ടേയിരിക്കണം. ഇത് നമ്മുടെ കൺസിസ്റ്റൻസി നിലനിർത്താനും നമ്മൾ കൃത്യം ഹാബിറ്റിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ ബ്രേക്ക് എടുക്കുന്നതിലും ഈ ചെയിൻ ബ്രേക്ക് ചെയ്യാനും ചാൻസ് വളരെ കുറവാണ്. ലാസ്റ്റ് വൺ, ഡിസൈൻ യുവർ എൻവയോൺമെൻറ്റ്. നിങ്ങളുടെ എൻവയോൺമെൻറ്റിന് നിങ്ങളുടെ കൺസിസ്റ്റൻസി സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അടച്ചു വെക്കുന്ന ബുക്കിനേക്കാൾ ശ്രദ്ധിക്കുന്നത് തുറന്നു വെച്ചിരിക്കുന്ന ബുക്കാണ്. അതായത് ജിമ്മിൽ പോകുന്നതിന് മുന്നേ തന്നെ ബാഗ് റെഡിയാക്കുക, റീഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബുക്ക് തുറന്നു വെക്കുക, വെള്ളം കുടിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചുകൊണ്ട് നിങ്ങൾ ടേബിളിൽ വെക്കുന്നതിലൂടെ തന്നെ നിങ്ങൾ ആ ഹാബിറ്റുമായിട്ട് കണക്ഷൻ കൂടുതൽ ബിൽഡാവും. അതുകൊണ്ട് തന്നെ അത് കൺസിസ്റ്റൻ്റായി മുന്നോട്ട് പോകാൻ ഈസി ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.